ഡ്യൂഡ് എന്ന് പറഞ്ഞ സിനിമ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഓൺലൈൻ ഓഫ്‌ലൈൻ ആയിട്ടുള്ള കുറേ റിവ്യൂസ് ഞാൻ കേട്ടു. സോ ഇനി അങ്ങോട്ട് കുറച്ച് സ്പോയിലർ പറയാൻ പോവാണ്. സിനിമ കാണാത്തവർ കാണണ്ട. സോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് അവർക്ക് ദഹിക്കാതെ പോയ കാര്യം. മമിത റിജക്ഷന് ശേഷം പെട്ടെന്ന് വേറൊരു റിലേഷനിൽ പോയി. മമിതയ്ക്കും പുതിയ കാമുകനും വേണ്ടി പ്രദീപ് ഇത്രയും കഷ്ടപ്പെട്ട് പുള്ളിക്കാരിയെ കല്യാണം കഴിച്ചു, കൊച്ചിനെ വളർത്തി. ഇത്രയും വലിയ വില്ലനായിട്ടുള്ള, ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള അമ്മാവനെതിരെ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി എന്ന് വെച്ചാൽ മമിതയ്ക്കും പുതിയ കാമുകനും വേണ്ടി പ്രദീപ് നിന്നു, കഷ്ടപ്പെട്ടു, ഫൈറ്റ് ചെയ്യുന്നു. ഇതൊക്കെ പലർക്കും ദഹിച്ചിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ജെൻസിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. സോ അവരുടെ ഒരു ടേസ്റ്റിനും ഫാസ്റ്റായിട്ടൊരു ചിന്തിക്കുന്ന ഒരു അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് നിൽക്കുന്നൊരു ജനറേഷനാണ് ജെൻസി. സോ അത്രയും ആ ഒരു ഫാസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആ സിനിമയ്ക്കും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ആ സിനിമ പറയുന്നത് കുറച്ചും കൂടി കാഷ്വൽ ആയിട്ടുള്ള റിലേഷൻഷിപ്സിനെ കുറിച്ചാണ്. കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ടുള്ള റിലേഷൻഷിപ്സിനെ കുറിച്ചാണ്. അത് നമുക്ക് ദഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഇൻ ദ സെൻസ് ഒരു മില്ലേനിയൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ജനറേഷൻസ് ഇവർക്കത് ദഹിക്കാനേ പറ്റുന്നില്ല. അവരത്രയും കാഷ്വലായിട്ട് ഒരു റിലേഷൻഷിപ്പിനെ എടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെയധികം ഇമ്പോസിബിളായിട്ട് തിങ്ക് ചെയ്യുന്നൊരു കാര്യമാണ്. അത്രയും പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങൾ നേരിടാൻ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. സോ അതൊക്കെ കാണുമ്പോൾ ഇവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മമിത അവനെ യൂസ് ചെയ്തു, അവനെ ഒരു മണ്ടനാക്കി ചിത്രീകരിച്ചു. അവൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ രണ്ടു പേർക്കും വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാകുന്നില്ല എന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത്. ഞാനൊരു മില്ലേനിയലാണ്. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാനാണ് ആ സ്ഥാനത്തുണ്ടായതെങ്കിൽ ഗിവൻ ദാറ്റ് സർക്കംസ്റ്റാൻസസ് എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടാകുന്നില്ല. അവർ രണ്ടുപേരെ ഞാൻ ആ ഭാഗത്തായിരുന്നെങ്കിൽ മമിതയെ കല്യാണം കഴിക്കാതെ ആ രണ്ടുപേരെയും മരിക്കാൻ വിടുക എന്നത് മാത്രമേ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. സോ പ്രതിൻ്റെ ഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ അവർ വിടാൻ അവന് സാധിക്കുകയായിരുന്നില്ല. കുറച്ചുകൂടി മനുഷ്യത്വം ഉണ്ടായിപ്പോയി. കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് അവൻ ചിന്തിച്ചു. സോ അതാണ് എന്നെ കൺവിൻസ് ചെയ്ത ഫാക്ടർ. ആ സിനിമ വർക്കൗട്ട് ആകാൻ എനിക്ക് ആ സിനിമ വർക്കൗട്ട് ആയതിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ അതാണ്. സോ പുതിയ ചിന്താഗതികൾ വരട്ടെ. ഇതുപോലെ പ്രാക്ടിക്കലായിട്ട് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് നല്ല കാര്യത്തിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം. പഴയ ഒരു സ്റ്റിഗ്മയിൽ നിന്നും ഒരു സേക്രഡ് ആയിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചും കൂടി മുക്തി നേടണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് സിനിമ എങ്ങനെ ഇഷ്ടപ്പെട്ടു? ഈ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പിനോട് അല്ലെങ്കിൽ ജനറേഷൻസ് ആയിട്ടുള്ള പുതിയ കാഴ്ചപ്പാട് ആ സിനിമയിൽ വരുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യുക.